ഹായ് ഫ്രണ്ട്സ്, നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് മുതൽ ഒരു സീരീസ് മോഡൽ വീഡിയോ ആയിരിക്കും നിങ്ങൾ കാണാൻ പോണത്. അപ്പോൾ അതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ നമുക്ക് ചെറിയ ചെറിയ വരുമാനങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ആ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ട് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച നമ്മളെ ഫാമിലി, അതായത് കീഴ്ശ്ശേരി ഫാമിലി, പിന്നെ കവനൂർ ഫാമിലി. അപ്പോൾ ആ ഫാമിലിക്കൊക്കെ ചെറിയൊരു മധുരം കൊണ്ട് പോവുകയാണ് നമ്മൾ. അവർക്കൊരു സർപ്രൈസ് എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ പോണത്. ആരടുത്തും ഞങ്ങൾ മുൻകൂട്ടി പറയുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ ഞങ്ങൾ തുടക്കം കുറിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് എപ്പിസോഡുകളായിട്ടായിരിക്കും നിങ്ങൾ കാണാൻ പോണത്. അത് കുറച്ചൊരു എപ്പിസോഡ് കഴിഞ്ഞാൽ അത് കഴിയും, പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് സാധാരണ പോലെ വീഡിയോ എടുക്കും. അപ്പോൾ ഞങ്ങളിപ്പോൾ ഫാമിലിയിലുള്ളവർക്ക് മാത്രം മധുരം കൊടുക്കണം എന്താ വെച്ചാൽ ഈ ഒരു ഫാമിലിയാണ് നമ്മളെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തത്. ഈ ചാനലിന് പേരിട്ട് അങ്ങനെയൊക്കെയുള്ള എല്ലാം കൂടിയിട്ടൊരു ചാനൽ തുടങ്ങണം എന്ന് എല്ലാവരും കൂടി ആലോചിച്ച് എല്ലാവിധ സപ്പോർട്ടും ചെയ്ത് നമ്മളെ ഈ ഒരു ഫാമിലിയാണ്. അപ്പോൾ ഞങ്ങൾ ഒരു കാര്യം ഒന്നും മറന്നിട്ടില്ല. എന്താ വെച്ചാൽ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിലാണ് നമ്മളെ ചാനൽ വിജയിക്കുള്ളൂ, എനിക്കറിയാം. അപ്പം ഞാൻ സബ്സ്ക്രൈബേഴ്സിനെ ഒന്നും മറന്നിട്ടില്ല. ഇപ്പം ഞങ്ങൾ എന്താ വെച്ചാൽ ഈ ഒരു ഫാമിലിയിൽ മാത്രമാണ് ഈ മധുരം കൊടുക്കുന്നത്. അതുപോലെ ഞങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് എല്ലാവരുടെ അടുത്തേക്കും ഞങ്ങൾ വരും. ഇപ്പം ഞങ്ങൾ എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു ഫാമിലി മാത്രമാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് തന്നെ വന്ന് നിൽക്കുന്നത് ഇപ്പോൾ എവിടെ വെച്ചാൽ എൻ്റെ വീട്, സ്വന്തം വീട്, കീഴ്ശ്ശേരി വീടിൻ്റെ മുന്നിലാണ് ഞാൻ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ആരാളുള്ള വെച്ചാൽ ചെറിയ ആങ്ങളെയും നാത്തൂനും 2 കുട്ടികളാണുള്ളത്. അപ്പോൾ അവരെയാണ് നമ്മൾ ആദ്യം തന്നെ കാണാൻ പോണേ. അപ്പോൾ നമുക്ക് നേരെ പോയാലോ വീട്ടിലേക്ക് പോരി. അപ്പം നമ്മളിങ്ങനെ കീഴ്ശ്ശേരി വീടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ എത്തിയിട്ടുണ്ട്. വാതിലൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. കാരണം ഇവിടെ ചീരുട്ടി എപ്പോഴും പുറത്തേക്ക് ഇറങ്ങി പോകുന്ന ഉള്ളൊരിതുണ്ട്. അപ്പോൾ ഓരെപ്പോഴും വാതിലടച്ചിട്ടിരിക്കലുണ്ട്. ഓള് കുറുമ്പത്തിയാണ്, ഓള് പറഞ്ഞൊന്നും കേൾക്കൂല. ഓള് ഉണ്ടാവാൻ സാധ്യത ഉണ്ട്, കാരണം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഉണ്ടാവും. നമുക്ക് കോണിമ്പൽ അടിച്ചേക്കാം. അപ്പം നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ റെഡിയായിരിക്കുന്നു. ചീരുട്ടീൻ്റെ പാദസരത്തിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഹലോ, ഇതാണ് എൻ്റെ ബ്രദർ ചെറുത്. ഇതിൻ്റെ ചീരുട്ടി കുഞ്ഞ് ചെറിയ കുട്ടി. ഇത് അമൃതേച്ചി ഒക്കെ പറഞ്ഞുതരാം. ഇത് അപ്പു. അല്ല, എവിടേക്ക് പോണേ? അയ്യോ, ചീരുട്ടിക്ക് ചൂട്ടിച്ച് വാങ്ങാൻ പോവേന്നു. ചൂട്ടിച്ച് വാങ്ങാൻ പോവാ. ചീട്ടിച്ച് ഭയങ്കര ഇട്ടാണ് ഇതിട്ടോലി. ഞാനൊന്നും പറയണൊന്നുമില്ല. അതിന്റെ മുന്നിൽ തന്നെ ഉണ്ട് ചീരുട്ടിക്ക്. ഇതിന്റെ കളർ എന്താ കുഞ്ഞാ? അമ്മേ, ഓറഞ്ച്. അപ്പൊ ആദ്യം മധുരം എടുക്കുന്നിട്ട് ഞങ്ങൾ കാര്യം പറഞ്ഞ. അതെ, അയ്യോ, ഏതായാലും വലിയ ഭാഗ്യം. അല്ല, ഞായറാഴ്ച ആയതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഉണ്ടാവും എന്നുള്ളതൊക്കെ നിശ്ചയുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ എന്തിനാ മധുരം എന്നറിയാം? നമ്മളെ ചീരുള്ളി മീഡിയ ചെറിയ രീതിയിൽ ഇങ്ങനെ മെച്ചപ്പെട്ട് വരികയാണല്ലോ. അപ്പം അതിൻ്റെ ഫസ്റ്റ് നമ്മളെ ഈ ഒരു ആളാണ് എല്ലാത്തിനും തുടക്കം കുറിച്ചത്. അപ്പോൾ ഈ ഒരാൾക്ക് നമ്മൾ മധുരം മാത്രം കൊടുത്താൽ മതിയോ? പോരാ, ഇത് ഒരു സർപ്രൈസ് ഗിഫ്റ്റ്, ചെറിയ സമ്മാനം. താങ്ക് യു. അത് എടുത്തു നോക്ക്, എന്താണെന്നുള്ളത് കാണണ്ടേ? അതെ, അത് ഞാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ ഇത് നമ്മളെ എല്ലാം കൊണ്ടും ആ തുടക്കം വീഡിയോ മുതൽ ഇന്നലെ ഞങ്ങൾ വീഡിയോ ചെയ്ത അതുവരെ നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരിക. നമ്മൾ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും അങ്ങനെയൊക്കെ സഹായിച്ചിട്ടുള്ള ഒരേ ഒരു വ്യക്തിയാണ്. അതെ, ഈ ആളില്ലാതുണ്ടെങ്കിൽ നമ്മൾ ഈ യൂട്യൂബ് ചാനൽ ഒരിക്കലും തുടങ്ങൂല. അതെ, അതുകൊണ്ട് ഈ ആൾക്ക് മാത്രമുള്ള അവിടെ ആരും പരിഭവിക്കരുത് ഞങ്ങളോട്. കാരണം ഇപ്പൊ ഞങ്ങൾ ചെറിയ വളർന്നു വരുന്ന കലാകാരന്മാരാണ്. ഇത് നമുക്ക് അളവ് പറ്റൂലെങ്കിൽ മാറ്റി കൊടുക്കണം കേട്ടോ. ഞങ്ങൾ കീഴ്ശ്ശേരിയിൽ നിന്ന് വാങ്ങിയതാണേ. ഇഷ്ടപ്പെട്ടോ? അടിപൊളി. അപ്പൊ അതാണ് അതാണ് മനപ്പുരത്തം എന്ന് പറഞ്ഞാല്. ഞാൻ വിചാരിച്ചു എന്തിനാ ചിന്തൊക്കെ വാങ്ങിക്കൊണ്ടൊന്ന് നിന്നൊക്കെ പറഞ്ഞിട്ട് ചീത്തറിയത്. യാടാ, പിന്നെ ഈ അമൃതേച്ചി നമ്മൾ ഒറ്റ വീഡിയോയിൽ നിന്നില്ല കേട്ടോ. ഈ വീഡിയോയിലാണ് ഇപ്പൊ ആദ്യമായിട്ട് മുഖം കാണിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പൊ അത് ശരിയാണ്. ഏതായാലും നിങ്ങൾ ഇവിടെ കുറച്ചു നേരം കൂടി വൈകിയാണെങ്കിൽ നിങ്ങൾ പോയെന്നല്ലേ?
ഇത് സർപ്രൈസ് പറയുമ്പോൾ പിന്നെ അങ്ങനെയാണ് അവിടെ എനിക്ക് തോന്നി ചെറുതായിട്ടൊരു തൂട് ഇങ്ങനെ ഉണ്ട് ഇതിന് ഒരു പൊന്നു. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം എന്നാ അകത്തേക്ക് കയറാം. ഇത് മൈക്ക് കുഞ്ഞിനറിയില്ല ഇതെന്താന്ന്. അപ്പോൾ ചെറുനാട്ടന്ന് കട ലീവല്ലേ? ചില ഞായറാഴ്ചകളൊക്കെ തുറക്കും. അടുത്ത ആഴ്ച തുറക്കണം. വെള്ളം എന്ത് ജ്യൂസാണ്? സ്പെഷ്യലായിട്ട് എന്തെങ്കിലാണോ? മസമ്പിയോ? ഒന്ന് കടയിൽ നിന്ന് ഒരുപാട് ഫ്രൂട്ട്സ് ഒക്കെ ഉള്ള കട ഉണ്ട്, പുതിയ കട. അവിടുന്ന് ആ പൊന്നിന് ഇതിന് കൊടുക്കാൻ പറ്റുമോ? കുടിക്കണ്ട് പൊന്നെ, പനിക്കുണ്ട് എന്ന് പറഞ്ഞാണ്ട്. ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര വർഷമായി? 2 വർഷമായി തുടങ്ങി. അപ്പോൾ അതിന് എന്തായാലും വിജയിച്ചു പോകുന്ന പറയുമ്പോൾ നമുക്ക് നല്ല സന്തോഷമുണ്ട്. കാരണം നമ്മൾ എല്ലാവരും കൂടി ഒരു കൂട്ടായൊരു എടുത്തൊരു തീരുമാനം ചാനൽ തുടങ്ങുക, നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക എന്നൊക്കെ പറഞ്ഞ് നല്ലൊരു സ്വപ്നമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഫേസ്ബുക്കിലും നല്ല വ്യൂവേഴ്സും ഫോളോവേഴ്സൊക്കെ ഉണ്ടല്ലോ, യൂട്യൂബിലുണ്ട്. ഇനിയും നല്ല നല്ല രീതിയിൽ നമുക്ക് വ്യത്യസ്തമായ വീഡിയോസ് ഇനിയും കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണം. അതിന് നല്ല ഹാർഡ് വർക്ക് ചെയ്ത ശേഷം നമ്മൾ വ്യത്യസ്തമായ വീഡിയോസ് കൊണ്ടുവരിക. അതാണ് നമ്മളെ വ്യൂവേഴ്സ് ഇനിയും നമ്മളെ നല്ലോണം ഫോളോ ചെയ്യുള്ളൂ, സബ്സ്ക്രൈബ് ചെയ്യുള്ളൂ. അതാണ് നമ്മൾ എടുക്കേണ്ട തീരുമാനം. പിന്നെ ഈ സന്തോഷമൊക്കെ നമ്മൾ വ്യൂവേഴ്സ് അവരോടാണ് ശരിക്കും ഇതൊക്കെ ലഡു കൊടുക്കേണ്ടത്. അതറിയാം, പക്ഷേ ഞാൻ ഇപ്പം നമുക്ക് അതിനുള്ളൊരു ആയിട്ടില്ല. അതെ, ഇനി നമുക്ക് എന്തെങ്കിലും ഗിവ് അവേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അതെ, അങ്ങനെയൊക്കെ ചെയ്യാം. നമ്മളിപ്പോൾ കുക്കിംഗ് വീഡിയോ മാത്രം വിചാരിച്ചാണ് തുടങ്ങിയത് വീഡിയോ. അതെ അതെ. പക്ഷേ നമുക്ക് അത് മാത്രം ചെയ്താൽ ചില വ്യൂവേഴ്സ് ഒന്നും കുക്കിംഗ് വീഡിയോസ് ഇഷ്ടമില്ലാത്തവരുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ വ്യത്യസ്തമായ വേറെ വീഡിയോസുകളിൽ നമ്മളിപ്പോൾ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഇനിയും അത്തരം വിഷയങ്ങൾ, വ്യത്യസ്തമായ വിഷയങ്ങൾ കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കുക. നമ്മളൊരു കാഴ്ചക്കാരെന്നുള്ള രീതിയിലാണ് ഇതൊക്കെ വലിയ ലെവലിൽ പറയും. പക്ഷെ ഞങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഇയാളാണ് ചെയ്തു തരുന്നത് കേട്ടോ. കാരണം ആളോട് ചോദിക്കാതെ നമുക്ക് ഒരു വീഡിയോ ചെയ്യാറുമ്പോൾ വല്ലാത്ത വിഷമം. പിന്നെ ഞങ്ങൾ ചോദിക്കാതെയൊക്കെ ചെയ്യലുണ്ട് ഫുഡ് വീഡിയോകൾ. കാരണം ടേസ്റ്റ് ചെയ്ത് ചെയ്യാൻ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അത് ആദ്യം പറഞ്ഞിട്ട് ചെയ്യുമ്പോൾ അതൊരു സുഖമില്ലല്ലോ. അതുകൊണ്ട് ആണ് ഞങ്ങൾ പിന്നെ പുറമെ പോയി ചെയ്യുന്നത്. മാനസികമായ എല്ലാ സപ്പോർട്ടും നമ്മൾ തരും. സാമ്പത്തികമായിട്ട് നമുക്ക് അധികം കഴിയില്ല, എന്നാലും നമ്മളെ കുറേ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് നല്ല ഹെൽപ്പ് ചെയ്യണുണ്ട്. അത് പറയാതിരിക്കാൻ വയ്യ ആ ഒരു കാര്യം. ഇത് മൈക്ക് പൊന്നെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ ഇതിൻ്റെ തറവാട് വീട് ഇവിടെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഫസ്റ്റ് വീഡിയോ ഞങ്ങൾ ഈ എപ്പിസോഡ് ഇവിടെ നിന്നാണ് തുടക്കം കുറിക്കുന്നത്. ഇനി ഞങ്ങൾക്ക് എൻ്റെ വലിയ ആങ്ങളേൻ്റെ വീട്ടിൽ പോകണം, അതായത് മനുവിൻ്റെ വീട്ടിൽ പോകണം. മനുവിനെ ആരും കണ്ടിട്ടില്ല, പക്ഷേ മനുവിൻ്റെ വീട് എല്ലാവരും കാണാൻ പോവാണ്. പിന്നെ മനുവിൻ്റെ ചെറിയച്ഛൻ, അതായത് 2ാമത്തെ ഏട്ടൻ, അങ്ങനെ 3ാമത്തെ ഏട്ടൻ, അങ്ങനെയൊക്കെ എല്ലാവരും 4 ഏട്ടന്മാരാണ് എനിക്കുള്ളത്. ഓരോ 4 വീട്ടിലും നമ്മൾ പോകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വേഗം 4 വലിയാടിൻ്റെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, മനുവിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ മനുവിൻ്റെ അച്ഛനെ കാണൂല. അപ്പോൾ മനുവിൻ്റെ അച്ഛൻ്റെ അടുത്തേക്കാണ് നമ്മൾ വന്നത്. മനുവിൻ്റെ അച്ഛൻ്റെ കടയാണ് ഇട്ടത്. ഹായ് വലിയേട്ടായി. ലഡുവായിട്ട് ഞങ്ങള് പരിപാടി ഉണ്ട്. അത് ലഡു കഴിക്കൂ. കസ്റ്റമർ ഉണ്ടല്ലേ? അപ്പൊ ഫ്രണ്ട്സ്, ആദ്യം എനിക്ക് പറയാനുള്ള കേട്ടു, എന്നിട്ട് വലിയുടെ പറയണ കേട്ടോ. ഇതാണ് മനുവിന്റെ അച്ഛൻ കേട്ടോ. എല്ലാരും കണ്ടോ? മനുവിനെ കാണാത്ത എല്ലാവർക്കും ഭയങ്കര പരാതിയാണ്. അപ്പൊ മനുവിന്റെ അച്ഛനെ കാണിച്ചെടുക്കണല്ലോ. അപ്പൊ എന്താ അറിയോ ചേട്ടാ, എന്താ സംഭവം പ്രാങ്ക് ഒന്നല്ല, മധുരമൊക്കെ ഉണ്ട്. എന്തോ മധുരമുള്ള ഒരു പരിപാടിയാണ് തോന്നുന്നുണ്ട്. മധുരം തരാനായിട്ട് വന്നാണ് ഞങ്ങൾ. എന്താ വെച്ചാൽ നമ്മളെ യൂട്യൂബ് ചാനലിൽ നിന്ന് ചെറിയ രീതിയിലൊരു വരുമാനമൊക്കെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ടല്ലോ. അതിന്റെ ഒരു സന്തോഷമാണ്. അതിന്റെ ഒരു സന്തോഷം നമ്മുടെ ഭാഗത്തുനിന്ന് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും. നമുക്കറിയാലോ. നല്ല വിജയമാവട്ടെ, പരിപാടിയൊക്കെ നല്ല ഉഷാറാവട്ടെ, എല്ലാ വീഡിയോകളും എല്ലാവരും കാണട്ടെ. നമ്മളൊക്കെ സബ്സ്ക്രൈബേഴ്സ് ഇതൊക്കെ അവരൊക്കെ അപ്പൊ എല്ലാ വീഡിയോസും കാണലുണ്ട്. ഉഷാറാണ്. ഓ താങ്ക് യു. നിങ്ങളെ പോലുള്ള ആൾക്കാരാണ് നമ്മളെ വിജയം. ഫാമിലി ഫുള്ള് കാണാനാണ്. ഓ താങ്ക് യു. ഓ ആയിക്കോട്ടെ. എന്നാ ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോണേ, മാങ്കാ വീട്ടിലേക്ക് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ മനുവിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ 2 വീടുണ്ട്. മുകളിലത്തെ വീട് മനുവിൻ്റെ വീട്, താഴെ പിന്നെ 2ാമത്തെ ഏട്ടൻ്റെ വീട് കേട്ടോ. അപ്പോൾ എന്തൊക്കെയോ ഒച്ചപ്പാട് ബഹളങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അവിടെ ഉണ്ട് തന്നെ എനിക്ക് തോന്നുന്നത്. എല്ലാം കൂടി ഇവിടെ താഴത്തെ വീട്ടിൽ, അതായത് 2ാമത്തെ ഏട്ടൻ്റെ വീട്ടിലാണ് തോന്നുന്നത്. എന്തൊക്കെയോ പരിപാടി ഉണ്ട്. എല്ലാ സാധനം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്ത് സാധനമാണോ, നമുക്ക് എന്തെങ്കിലും ഉള്ള സാധനങ്ങളാണോ എന്ന് എനിക്കറിയില്ല.
ഹലോ 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 ഇതെന്താ എല്ലാരും ഒരുങ്ങി കെട്ടിക്കണ്? എവിടേക്കാ പോണ്? പോയി ഒരു ടീം എന്തെങ്കിലും പോയി വന്ന എല്ലാരും പോവാണെന്ന് അറിഞ്ഞിരിക്കുന്നു. ഞങ്ങള് വീട്ടിൽ ഇങ്ങനെ വരിക. ആ അത് പറഞ്ഞപ്പോഴാണ് സ്കൂൾ ഇറക്കുകയാണല്ലോ അല്ലേ? എവിടുന്ന സ്കൂളിൽ നിന്ന് ഇറങ്ങിയതാ? എന്തെല്ലാം കൂടി അന്ത വിട്ടിക്കണ് കേറി. അപ്പൊ ഫ്രണ്ട്സ് നമ്മള് മനുവിന്റെ വീട്ടിലാണ് എത്തിയത്. മനുവിന്റെ വീട് മോളത്തെ വീടാണ് കേട്ടോ. അപ്പൊ എല്ലാം കൂടി ഇവിടെ തന്നെയാണ്. ഇപ്പൊ വീഡിയോ അവിടെ പോയി വന്നാണെന്ന് പറഞ്ഞപ്പോൾ ഏതായാലും എല്ലാവരും ഒരുമിച്ച് കാണാനായി. ആ കയറാം. ഇത് രണ്ടാമത്തെ ഏട്ടൻ. വലിയ എണ്ണ ഞാൻ വീഡിയോന്ന് കാണിച്ചു തന്നല്ലോ. രണ്ടാമത്തെ ഏട്ടൻ നിങ്ങൾക്ക് അറിയുണ്ടാവും. നമ്മൾ ബിരിയാണി ഒക്കെ ഒരുമിച്ച് വെച്ചേന്നു. ആ എൻ്റെ അടുത്തമ്മ. പിന്നെ ഇതാ ഇങ്ങോട്ട് വരി. ഇതിനെ കാണിച്ചു കൊടുക്കാണ്ട്. ഇത് വേറൊരു വീഡിയോയിൽ നിന്നില്ല. ഇത് ആരാണ് അറിയാം? അതാണ് മനുവിൻ്റെ അമ്മ. അപ്പോൾ ഇതാണ് നമ്മളെ മനുവിൻ്റെ അമ്മ കേട്ടോ. ഇത് മനുവിൻ്റെ അനിയത്തി അമ്മു. നമ്മളെ അതെ വീഡിയോയിലൊക്കെ നിന്നുണ്ട്. എന്നോട് താട്ടൻ പറഞ്ഞത് ഞങ്ങളിന്ന് വീഡിയോക്ക് വരുന്നു. ഞാൻ അവരോട് പറഞ്ഞു പോകരുതിട്ട് ആരോട്. പിന്നെ രണ്ട് വ്യക്തികൾ. ഇത് അമ്പിളി ചെറിയ ഏട്ടന്റെ വലിയ കുട്ടി. ഇത് പിന്നെ തുമ്പി രണ്ടാമത്തെ കുട്ടി. എല്ലാരും കമൺ ഗൈസ്. ഇത് നമ്മളെ യൂട്യൂബ് ചാനലിൽ നിന്ന് ചെറിയ രീതിയിലൊക്കെ വരുമാനം കിട്ടി തുടങ്ങിയല്ലോ നമുക്ക്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു മധുരം വീട്ടുകാർക്ക് മാത്രം തൽക്കാലം അങ്ങനെ അതാണ് നമ്മളെ ഉദ്ദേശം. പിടിയേ താങ്ക് യു. വെൽക്കം. അമ്മുദ്ദീനെ ഇതും കിട്ടി. അതെ അതുണ്ടല്ലോ ഞാനും വാങ്ങി. ഞാനും തിന്നല്ലോ. എല്ലാവർക്കും കൊടുത്തിക്ക് ഭയങ്കര കൊതിയായി. അല്ല മനുവിന് ഇത് മനുവിന്റെ വീട് തന്നെയാണല്ലോ. മനുവിന് കൊടുക്കണ്ടേ? വാങ്ങ് നിക്കണെന്നല്ല. ഒരു വമ്പൻ സർപ്രൈസ് ആയാറിയാ. അതെ ഏതായാലും ഞങ്ങൾക്കും ഒരു സർപ്രൈസ് ആയി. ഏതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇന്ന്. അവിടെ പിന്നെ തറവാട്ടിലൊക്കെ പോവാണ്ട് അങ്ങോട്ടൊക്കെ പോകണം. കാവനൊരു വീടും കൂടി ഒന്ന് കവർ ചെയ്യണമെന്ന് വിചാരിക്കും നമ്മള്. ലൈമ് വേണ്ടേ? കുഞ്ഞാൻ്റെ അടുത്തേക്ക് പോകണം. അങ്ങോട്ടും കൂടി പോകണം. പോയില്ല. ഇവിടുന്ന് പോകുമ്പോൾ ഇനി കുഞ്ഞാൻ്റെ അടുത്തും കൂടി പോവാം. പിന്നെ ചേച്ചിമാരെ വീട്ടിൽ അങ്ങോട്ടൊക്കെ പോകണം. അങ്ങനെ ചെറിയൊരു ഫാമിലി ഹോം ടൂർ അല്ല ആ ഒരു രീതിയിലാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അത് ചെക്കള്ള ലഡു നിന്നിട്ട് ഭയങ്കര ദാഹം. ചായ വേണ്ട. ഞാൻ പറഞ്ഞില്ല അവിടുന്ന് ജ്യൂസ് കുടിച്ച്. അപ്പൊ എന്നാലേ ഞങ്ങൾ പോയാലോ? എന്നാലേ നിങ്ങൾക്ക് ഇവിടെ ഞാൻ നിന്നിട്ട് മതിയാവൂല. ടോപ്പാക്കിയത് ഞങ്ങൾ ആരാണ്? ആരാ പറഞ്ഞു? കുഞ്ഞാണിത്. അപ്പൊ ഞങ്ങളിഞ്ഞ് കുഞ്ഞാൻ്റെ അടുത്തേക്കാണ് പോണേ കേട്ടോ. എന്നാ ഗൈസ് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണേ. ഇതിപ്പോ ഞാൻ വേണ്ടാന്നൊന്നും ഞാൻ പറയില്ല. കാരണം മഴയല്ലേ നിങ്ങൾ തന്നതല്ലേ. എന്നാ ഞങ്ങൾ പോയാലോ? നല്ല ഇടി മഴയും വരുന്നുണ്ട്. എന്നാ ശരി ട്ടാ. അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ മൂന്നാമത്തെ വേട്ടൻ്റെ വീട്ടിലാണ് എത്തിയത്. കുഞ്ഞേട്ടൻ. അപ്പൊ ഇതാ അവിടെ നമ്മളെ സ്വീകരിക്കാൻ ആരാ വന്നേ? ഇതാരാ? ഇങ്കേ അല്ലട്ടാ. അമ്മയുടെ വാ വലട്ടാ വാ. എന്താണ് ഇത്ര മടിയായി നിൽക്കണല്ലോട്ടാ? വാടോ ഇങ്ങോട്ട് വരി. ഇത് കുഞ്ഞാൻ്റെ കുട്ടികളാണ്. ഇത് അല്ലുട്ടൻ, ഇത് പിങ്കി. അപ്പോൾ ഇതിനുള്ള ഒരാളുണ്ട് കേട്ടോ, വിജയിച്ച്. എൻ്റെ നാത്തൂനാണ് മൂന്നാമത്തെ നാത്തൂൻ. പ്ലീസ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങളെല്ലാവരും പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ മാത്രം പരിചയപ്പെടുത്തി കൊടുക്കാൻ പറ്റുമോ? പിന്നെ കുഞ്ഞാൻ്റെ കടയിലാണ്. കുഞ്ഞാറിനെ ഞങ്ങൾ പീടികയിൽ പോയിട്ട് കണ്ടോളാം കേട്ടോ. അപ്പോൾ വിജയിച്ച് ഞങ്ങൾ ഇന്ന് കുഞ്ഞാൻ്റെ അടുത്തേക്ക് പോകട്ടോ, കടയ്ക്ക് പോകട്ടോ. ഞായറാഴ്ച ആയിട്ടും പോയിട്ടുണ്ടല്ലേ? യൂണിഫോം തിരക്കായതുകൊണ്ട്. അപ്പോൾ ഞങ്ങൾ ഇനി നേരെ കുഞ്ഞാൻ്റെ അടുത്തേക്ക് കടയ്ക്ക് പോവാണേ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ കുഞ്ഞാൻ്റെ കടയിലെത്തിയിട്ടുണ്ട്. കീഴ്ശ്ശേരി നല്ല മഴയുണ്ട്. കുറച്ച് മഴയൊക്കെ കൊണ്ട് ഞങ്ങൾ പേടിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോയി നോക്കട്ടെ നമുക്ക്. ഹലോ ഞങ്ങളേ ആദ്യം മധുരം തരാം എന്നിട്ട് പറയാം. ഇതാണ് എൻ്റെ കുഞ്ഞാട്ട കേട്ടോ, മൂന്നാമത്തെ ഏട്ടൻ. ഞങ്ങൾ വീട്ടിൽ പോയി. അവിടെ വിജയിച്ചും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. ഓൽക്കൊക്കെ ലഡു കൊടുത്തു. ഇതെന്താ അറിയോ, നമ്മളെ യൂട്യൂബ് ചെറുത് രീതിയിൽ ഇങ്ങനെ മെച്ചപ്പെട്ട് വരുന്നുണ്ടല്ലോ. അപ്പം അതിൻ്റെ ഒരു മധുരം നമ്മളെ ഒരു അത് ഏട്ടൻ്റെ കടയാണ്, ടൈലർ ഷോപ്പ്.
പണിയില്ലേ? യൂണിഫോമിന്റെ ആ അത് പറഞ്ഞു വിജയിച്ച്. ഞായറാഴ്ച തുറക്കൽ യൂണിഫോം. അപ്പൊ നമ്മളെ വീഡിയോനെ കുറിച്ചൊക്കെ പറയും. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു എപ്പിസോഡ് ഞങ്ങൾ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇനി അടുത്ത എപ്പിസോഡ് മുതൽ ചേച്ചിമാരെ വീടൊക്കെയാണ് നിങ്ങൾ കാണാൻ പോണേ. അപ്പോൾ വീഡിയോകളൊക്കെ എല്ലാവരും കാണട്ടോ. അപ്പോൾ ഞങ്ങൾ വേഗം അടുത്ത എപ്പിസോഡായിട്ട് നിങ്ങളെ മുന്നിലേക്ക് വേഗം വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുക. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ചെറിയൊരു ടാറ്റ.